എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പാർട്ട് 3 ഇംഗ്ലീഷ് ആണ്. സാധാരണ പറയും പോലെ ഇപ്പോഴും സൂചിപ്പിക്കട്ടെ, നിങ്ങൾ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് 121 to 125, 121 മുതൽ 125 വരെയുള്ള ചോദ്യങ്ങൾ. റീഡ് ദ ഫോളോയിങ് പാസേജ്, താഴെയുള്ള ഈ ഗദ്യഭാഗം വായിക്കുക. ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ. അപ്പോൾ അതിൻ്റെ താഴെ കുറേ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് അതിന് താഴെയുള്ള ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഇതൊരു കോംപ്രിഹെൻഷൻ ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങളെ കോംപ്രിഹെൻഷൻ എന്നാണ് പറയാറുള്ളത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാസേജ് നന്നായി വായിച്ചു നോക്കുക. മനസ്സിലായി, ഒറ്റ വായനയിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ 2-3 തവണയെങ്കിലും നന്നായി വായിച്ച് മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അതിനുശേഷമേ നമ്മൾ ചോദ്യങ്ങൾ നോക്കാവൂ. പലപ്പോഴും പലരും ചോദ്യങ്ങൾ നോക്കി അതിൻ്റെ ഉത്തരം ഈ പാസേജിൽ ഇങ്ങനെ തിരയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ഈ പാസേജ് നന്നായി വായിക്കുക, അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ചോദ്യങ്ങളിലേക്ക് നോക്കിയാൽ മതി. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ഈ പാസേജിൽ പറഞ്ഞ വാക്കുകളാണ് ഉത്തരമായി എഴുതേണ്ടത്. അതായത് അതിനുശേഷമുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് നമ്മുടെ അഭിപ്രായ പ്രകാരം മറ്റൊരു ഉത്തരമാണ് ഉണ്ടാവുക. പക്ഷെ ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് വേറൊന്നാണ്. ഈ പാരഗ്രാഫിൽ പറഞ്ഞതിനോട് നമുക്ക് യോജിപ്പില്ല. പക്ഷെ നമ്മൾ ഏത് ഉത്തരമാണ് എഴുതേണ്ടത്? നമുക്ക് യോജിപ്പുണ്ടോ ഇല്ലേ എന്നതല്ല പ്രശ്നം. ഈ പാസേജിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് മാത്രമേ നമ്മൾ ഉത്തരമായി എഴുതാൻ പാടുള്ളൂ. ഇത്തരം ചോദ്യങ്ങൾ എഴുതുമ്പോൾ പലർക്കും പറ്റാറുള്ള ഒരു വലിയ തെറ്റ് അതാണ്. നമുക്ക് ഈ പാസേജ് വായിച്ചു നോക്കാം. ദ ഫ്രോഗ് ദാറ്റ് റിഫ്യൂസ് ടു ലിസൺ, കേൾക്കാൻ തയ്യാറാവാതിരുന്ന തവള. സം ഫ്രോഗ്സ് അറേഞ്ച്ഡ് എ ക്ലൈംബിംഗ് കോണ്ടസ്റ്റ്, ചില തവളകൾ ഒരു കയറ്റ മത്സരം അറേഞ്ച് ചെയ്തു. ഇറ്റ് വാസ് ടു ദ ടോപ്പ് ഓഫ് എ വെരി ഹൈ ടവർ, ഒരു വലിയ ടവറിന്റെ മുകളിൽ കയറാനായിരുന്നു മത്സരം. എ ഗ്രൂപ്പ് ഓഫ് ഫ്രോഗ്സ് ഗാദേർഡ് ടു സീ ദ കോണ്ടസ്റ്റ്, ഒരു കൂട്ടം തവളകൾ ഈ മത്സരം കാണാൻ വേണ്ടിയിട്ട് ഒത്തുകൂടുകയും ചെയ്തിരുന്നു. ദ കോണ്ടസ്റ്റ് ബിഗാൻ, മത്സരം ആരംഭിച്ചു. The crowd did not believe anyone would reach the top of the tower. ആർക്കെങ്കിലും ആ ടവറിന്റെ മുകളിൽ എത്താൻ പറ്റുമെന്ന് കാണാൻ വന്ന ആ കൂട്ടം തവളകൾക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. They started shouting. അവർ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. Oh, way too difficult. They will never make it to the top. വഴി വളരെ ദുർഘടമാണ്, അതുകൊണ്ട് ഒരാൾക്കും മുകളിലെത്താൻ കഴിയില്ല എന്നാണ് കാണാൻ വന്ന തവളകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നത്. ദ ടവർ ഈസ് ടു ഹൈ, ടവറിന് ഒരുപാട് ഉയരമുണ്ടല്ലോ. ദ ഫ്രോഗ്സ് ബിഗാൻ ഫാളിംഗ് ഡൗൺ, തവളകൾ ഇങ്ങനെ താഴോട്ട് വീഴാൻ തുടങ്ങി. 1 by 1, ഓരോന്നോരോന്നായിട്ട്. ദ ക്രൗഡ് കണ്ടിന്യൂഡ് ടു ഷൗട്ട്, ആ കാണാൻ വന്ന തവളക്കൂട്ടം ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്, നോ വൺ വിൽ മേക്ക് ഇറ്റ്. ഇത് വലിയ ബുദ്ധിമുട്ടാണ്, ഒരാൾക്ക് ഇത് സാധ്യമല്ല കേട്ടോ, ഒരാൾക്കും കയറാൻ പറ്റില്ല കേട്ടോ എന്ന് കാണാൻ വന്ന തവളകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. മെനി ഫ്രോഗ്സ് ഗോട്ട് ടയേർഡ് ആൻഡ് ഗേവ് അപ്പ്, ഒരുപാട് തവളകൾ ക്ഷീണിച്ചു, അവർ മത്സരം ഉപേക്ഷിച്ചു തിരികെ പോന്നു. ബട്ട് വൺ കണ്ടിന്യൂഡ് ടു ക്ലൈംബ്, പക്ഷെ ഒരു തവള കയറിക്കൊണ്ടേയിരുന്നു. ആൻഡ് ആഫ്റ്റർ എ ഗ്രേറ്റ് എഫോർട്ട് റീച്ച് ദ ടോപ്പ്, ഒരുപാട് അധ്വാനത്തിന് ശേഷം ആ തവള അതിൻ്റെ മുകളിൽ എത്തുകയും ചെയ്തു, ആ ടവറിൻ്റെ മുകളിലെത്തി. All wanted to know how he managed to do it. എല്ലാവർക്കും അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ തവള ഇതിന്റെ മുകളിൽ എത്തിയത്. It turned out that the winning frog was deaf. അവർക്ക് മനസ്സിലായി ഈ തവള ഒരു ചെവി കേൾക്കാത്ത തവളയാണ്, ഒരു ബധിരയായ തവളയാണ് എന്ന് അവർക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. ഇവര് പറ്റില്ല, ആർക്കും കയറാൻ സാധ്യമല്ല, ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്ന ഈ കാണാൻ വന്ന തവളകളുടെ ഈ നിരാശപ്പെടുത്തലുണ്ടല്ലോ, അത് ആ തവള കേട്ടില്ല. അതുകൊണ്ട് ആ തവളക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. മനുഷ്യനെ ഏറ്റവും കൂടുതൽ വലിയ നേട്ടങ്ങളിൽ നിന്ന് പിറകോട്ട് വലിക്കുന്നത് മറ്റുള്ളവരുടെ ഇത്തരം വാക്കുകളാണ്.
until we are deaf to other people's opinion about what is possible. എന്താണ് സാധ്യമെന്നുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മൾ കേൾക്കാതിരുന്നാലല്ലാതെ, അഥവാ അവയോട് നമ്മൾ ബധിരമായാലല്ലാതെ, we can never reach beyond the limits others set for us. മറ്റുള്ളവർ നമുക്ക് വേണ്ടി നിശ്ചയിക്കുന്ന പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. മറ്റുള്ളവരെ ഇത്തരം വാക്കുകളെ നമ്മൾ കേൾക്കാതിരുന്നാൽ മാത്രമേ നമുക്ക് പരിധിക്കപ്പുറത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ നിശ്ചയിക്കുന്ന പരിധിയിൽ നമ്മൾ ഒതുങ്ങിപ്പോകും. ലെറ്റ് us be deaf. നമുക്ക് ബധിരരാവാം, അഥവാ നമുക്ക് കേൾക്കാതിരിക്കാം. To those who keep telling us that something can't be done. ചിലതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ വാക്കുകളോട് നമുക്ക് ബധിരമാവാം, അഥവാ അവ നമുക്ക് കേൾക്കാതിരിക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ പരിശോധിക്കാം. ചോദ്യം: ആഫ്റ്റർ എ ഗ്രേറ്റ് എഫോർട്ട് the frog reached the top of the tower. The underlined word can be best replaced with after a great effort. The frog reached the top of the tower. ഇത് നമ്മളെ ആ പാസേജിലുള്ള ഒരു വരിയാണ്. വളരെ പരിശ്രമങ്ങൾക്ക് ശേഷം, വലിയ പരിശ്രമത്തിന് ശേഷം ആ തവള ടോപ്പിലെത്തി, ടവറിൻ്റെ ടോപ്പിലെത്തി. ഇവിടെ എഫോർട്ട് എന്നതിൻ്റെ അടിയിൽ വരയിട്ടിരിക്കുന്നു. ദ അണ്ടർലൈൻഡ് വേർഡ് ക്യാൻ ബി ബെസ്റ്റ് റീപ്ലേസ്ഡ് വിത്ത്. ഈ അടിവരയിട്ട ഈ വാക്കിന് പകരം നമുക്ക് വെക്കാവുന്ന വാക്ക് ഏതാണ്? എ ഇവന്റ്, ബി അറ്റംപ്റ്റ്, സി ജേർണി, ഡി ഡിസിഷൻ. ബി ആണ് ഉത്തരം, അറ്റംപ്റ്റ്. എഫോർട്ട് എന്നതിന് പകരം നമുക്ക് അറ്റംപ്റ്റ് എന്ന് വെക്കാം. 122. The frog managed to climb the top of the tower because. ആ തവളക്ക് ആ ടവറിന്റെ മുകളിൽ കയറാൻ സാധിച്ചു. അതിന് കാരണം എ everyone encouraged the frog in its attempt. അങ്ങനെ പരിശ്രമിച്ച് കയറാൻ വേണ്ടിയിട്ട് ആ തവളയെ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. ബി everyone around was deaf. ചുറ്റുമുള്ള ആളുകളൊക്കെയും കേൾക്കാൻ കഴിയാത്ത ബധിരരായ ആളുകളായിരുന്നു. സി ദ ഫ്രോഗ് വാസ് ഡെഫ്. ആ തവള ബധിരയായിരുന്നു. ഡി ഓൾ ദ ഫ്രോഗ്സ് വർ ഡെഫ്. എല്ലാ തവളകളും ബധിരരായിരുന്നു. സി ആണ് ഉത്തരം, ദ ഫ്രോഗ് വാസ് ഡെഫ്. ആ തവള ബധിരയായിരുന്നു, അഥവാ കേൾക്കാൻ പറ്റാത്തവളായിരുന്നു. അവൾക്ക് കേൾവി ശക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ തവളക്ക് ആ ടവറിന്റെ മുകളിൽ കയറാൻ സാധിച്ചത്. 123. വാട്ട് വാസ് ദ കോണ്ടസ്റ്റ് ദ ഫ്രോഗ്സ് ഹാഡ് പ്ലാൻഡ്. ആ തവളകൾ പ്ലാൻ ചെയ്ത മത്സരം എന്തായിരുന്നു? എ ടു ഷൗട്ട് അറ്റ് ദ ടോപ്പ് ഓഫ് ദെയർ വോയിസ്. പരമാവധി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ. ബി ടു ക്ലൈം ടു ദി ടോപ്പ് ഓഫ് എ വെരി ഹൈ ടവർ. ഒരു വളരെ ഉയരമുള്ള ടവറിന്റെ മുകളിൽ കയറുക. സി ടു ഗ്യാദർ എവരിവൺ ഫോർ ദി റേസ്. ഓട്ടമത്സരത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടുക. ഡി ടു ഫാൾ ഡൗൺ വൺ ബൈ ഡൗൺ. ഓരോരുത്തരായിട്ട് താഴോട്ട് ചാടുക, താഴോട്ട് വീഴുക. ഇതിൽ ബി ആണ് ഉത്തരം, ടു ക്ലൈം ടു ദി ടോപ്പ് ഓഫ് എ വെരി ഹൈ ടവർ. വളരെ ഉയരമുള്ള ഒരു ടവറിന്റെ മുകളിൽ കയറുക എന്നതായിരുന്നു അവരുടെ കോണ്ടസ്റ്റ്, അവരുടെ മത്സരം അതായിരുന്നു. ബി ആണ് ഉത്തരം. 124. ദ ക്രൗഡ് ഡാഷ്. ആ കാണാൻ വന്ന തവളക്കൂട്ടം എ ബിലീവ്ഡ് നോ വൺ വുഡ് റീച്ച് ദ ടോപ്പ് ഓഫ് ദി ടവർ. ഒരാൾക്കും ടവറിന്റെ മുകളിൽ എത്താൻ കഴിയില്ല എന്ന് വിശ്വസിച്ചു. ബി വാണ്ടഡ് എവരിവൺ ടു പേ അറ്റൻഷൻ ടു ദെയർ ഒപ്പീനിയൻ. അവരുടെ അഭിപ്രായം എല്ലാവരും കേൾക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം എന്നവർ ആഗ്രഹിച്ചു. സി ബിലീവ്ഡ് എവരിവൺ വുഡ് റീച്ച് ദ ടോപ്പ് ഓഫ് ദി ടവർ. എല്ലാവരും ആ ടവറിന്റെ മുകളിൽ എത്തുമെന്ന് അവർ വിശ്വസിച്ചു. ഡി വിഷ്ഡ് നോ വൺ വുഡ് റീച്ച് ദ ടോപ്പ് ഓഫ് ദി ടവർ. ഒരാളും ടവറിന്റെ മുകളിൽ എത്തരുത് എന്ന് ആഗ്രഹിച്ചു. വിഷ്ഡ്. ആദ്യത്തേൽ ബിലീവ്ഡ് എന്നാണ് പറഞ്ഞത്, ഈ ഡിയിൽ വിഷ്ഡ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഓപ്ഷനുകളാണത്. എ ആണ് ഉത്തരം. അവർ വിശ്വസിച്ചു,
വിശ്വാസമാണ്. അവർ ആഗ്രഹിച്ചിട്ടില്ല ആരും മുകളിൽ എത്തരുത് എന്ന്. അവർ വിശ്വസിച്ചു ഈ ടവറിന്റെ മുകളിൽ ആർക്കും എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന്. എ ആണ് ഉത്തരം. 125. All the spectators were eager to. എല്ലാ കാണികളും വളരെ ആകാംക്ഷയുള്ളവരായിരുന്നു. ഡാഷ് എന്തിന്? എ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി കോണ്ടസ്റ്റ്, ആ മത്സരത്തിൽ പങ്കെടുക്കാൻ. ബി ക്ലൈം ദ ടോപ്പ് ഓഫ് ദി ടവർ, ആ ടവറിന്റെ മുകളിൽ കയറാൻ. സി ഗിവ് ദെയർ ഒപ്പീനിയൻസ്, അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ. ഡി നോ ഹൗ ദ ഫ്രോഗ് ഹാഡ് മാനേജ് ടു സക്സീഡ്, എങ്ങനെയാണ് ആ തവള വിജയത്തിൽ എത്തിച്ചേർന്നത് എന്നറിയാൻ. ഡി ആണ് ഉത്തരം. All the spectators were eager to know how the frog had managed to succeed. എങ്ങനെയാണ് ആ തവളക്ക് വിജയത്തിൽ എത്തിച്ചേരാൻ സാധിച്ചത് എന്നറിയാൻ കാണികൾ ആകാംക്ഷയുള്ളവരായിരുന്നു. ഡി ആണ് ഉത്തരം. 121 മുതൽ 125 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. കോംപ്രിഹെൻഷൻ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യമാണ് അത്. ഇനി 126 മുതൽ 150 വരെയുള്ള ചോദ്യങ്ങൾ. ഈ ആൻസർ ഈച്ച് ക്വസ്റ്റ്യൻ ബൈ ചൂസിംഗ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ. താഴെയുള്ള ചോദ്യങ്ങൾക്ക് അതിന് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. 126ാമത്തെ ചോദ്യം. ഡോണ്ട് മൂവ് സെഡ് ദ തീഫ് ടു ദ ലേഡി, ദിസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. അനങ്ങരുത്, ഡോണ്ട് മൂവ്, അനങ്ങരുത്. സെഡ് ദ തീഫ് ടു ദ ലേഡി, കള്ളൻ ആ സ്ത്രീയോട് പറഞ്ഞു. ദിസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്, ഈ വാചകത്തെ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? അഥവാ ഇത് കേട്ട ഒരാൾ മറ്റൊരാളോട് ഇതെങ്ങനെയാണ് പറയുക? അഥവാ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാനാണ് ചോദ്യം. അതിനെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നും പറയാറുണ്ട്. അതുകൊണ്ടാണ് ദിസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ് എന്ന് പറയുന്നത്. ഇത് കേട്ട ഒരാൾ മറ്റൊരാളോട് എങ്ങനെയാണ് പറയുക, അതാണ് പറയേണ്ടത്. അപ്പോൾ എല്ലാ പരീക്ഷകളിലും, കേട്ടഡ് പരീക്ഷകളിലും മാത്രമല്ല പല PSC പരീക്ഷകളിലും ഇംഗ്ലീഷ് സിലബസിലെ ഒരു ഭാഗമായിട്ടുള്ള എല്ലാ PSC പരീക്ഷകളിലും ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി വരാൻ പോകുന്ന LPSA UPSA പരീക്ഷകളിലൊക്കെ ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോ എങ്ങനെയാണ് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ആക്കുക എന്ന കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം അത് അല്പം വിശദീകരിച്ച് പറയാനുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അത് എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്ന കാര്യം വിശദമായിട്ട് ഒരു ക്ലാസ് ആയിട്ട് ഉസ്താദ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം എഴുതുക എന്ന് നമുക്ക് ആലോചിക്കാം. എ നോക്കാം. ദ തീഫ് ആസ്ക്ഡ് ദ ലേഡി ഡു നോട്ട് മൂവ്. ബി ദ തീഫ് ആസ്ക്ഡ് ദ ലേഡി ഡിഡ് നോട്ട് മൂവ്. സി ദ തീഫ് ആസ്ക്ഡ് ദ ലേഡി നോട്ട് ടു മൂവ്. ഡി ദ തീഫ് ആസ്ക്ഡ് ദ ലേഡി ടു മൂവ്. ഇതിൽ സി ആണ് ശരിയായിട്ടുള്ളത്. ദ തീഫ് ആസ്ക്ഡ് ദ ലേഡി, കള്ളൻ ആ പെണ്ണിനോട് പറഞ്ഞു നോട്ട് ടു മൂവ്, അനങ്ങാതിരിക്കാൻ. സി ആണ് ശരിയായ ഓപ്ഷൻ. അടുത്ത ചോദ്യം. ദ ആന്റോണിയം ഫോർ കൈൻഡ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിംഗ് ദ പ്രിഫിക്സ് ഡാഷ്. കൈൻഡ് എന്ന വാക്കിന്റെ വിപരീത പദം ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ മുന്നിൽ നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവയുടെ ആന്റോണിയം, അവയുടെ വിപരീത പദം ഉണ്ടാക്കുന്നത് അവയുടെ മുന്നിൽ ചില വാക്കുകൾ ചേർത്തോ ചില അക്ഷരങ്ങൾ ചേർത്തുകൊണ്ടാണ്. ഇപ്പോൾ ഇൻ എന്നോ അൺ എന്നോ ഡിസ് എന്നൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്. ഇതിൽ ഏതാണ് ചേർക്കേണ്ടത് എന്നാ ചോദ്യം. എ ഇൻ, ബി അൺ, സി ഡിസ്, ഡി ഇം. ബി ആണ് ഉത്തരം. അൺ എന്നാണ് ചേർക്കുക. അൺകൈൻഡ്. കൈൻഡ് എന്നതിന്റെ ആന്റോണിം അഥവാ അതിന്റെ എതിർപദം അൺകൈൻഡ് എന്നാണ്. അപ്പോൾ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം 128. പിക്ക് ഔട്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. സ്പെല്ലിംഗ് ശരിയായി എഴുതിയിട്ടുള്ള വാക്ക് തിരഞ്ഞെടുക്കുക. എല്ലാറ്റിലും സക്സസ്ഫുൾ എന്നാണ് ഉള്ളത്. അതിൽ ഏതിന്റെ സ്പെല്ലിംഗ് ആണ് ശരിയായിട്ടുള്ളത്? എ ആണ് ഉത്തരം.
അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ 2 സിയും 2 എസും ഉണ്ട്, പക്ഷെ ഒരു എൽ മാത്രമേ ഉള്ളൂ. ഇതുപോലെ വാക്കുകളുടെ സ്പെല്ലിംഗ് നമ്മൾ ശ്രദ്ധിച്ചു പഠിക്കുക. 129-ാം ചോദ്യം. ഇഫ് ഇറ്റ് വെർ എ ഹോളിഡേ, ഇത് ഒരു ഒഴിവു ദിവസമായിരുന്നുവെങ്കിൽ ഡാഷ്. എ, വി കുഡ് ഫോർ എ മൂവി. ബി, വി ക്യാൻ ഗോ ഫോർ എ മൂവി. സി, വി വിൽ ഗോ ഫോർ എ മൂവി. ഡി, വി മേ ഗോ ഫോർ എ മൂവി. എ ആണ് ഉത്തരം. വി കുഡ് ഗോ ഫോർ എ മൂവി, നമുക്കൊരു സിനിമക്ക് പോകാമായിരുന്നു. ഇത് ഒരു ഒഴിവു ദിവസമായിരുന്നുവെങ്കിൽ നമുക്ക് ഒരു സിനിമക്ക് പോകാമായിരുന്നു. ഇത് സംബന്ധമായ ഗ്രാമർ നിയമങ്ങളൊക്കെ വിശദമായിട്ട് മറ്റു ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിക്കും. ഇപ്പോൾ നമ്മൾ ഇതിന്റെ ചോദ്യവും ഉത്തരവും മാത്രമേ പറയുന്നുള്ളൂ ഈ ക്ലാസ്സിൽ. ഈ ചോദ്യത്തിന് എ ആണ് ഉത്തരം. വി കുഡ് ഗോ ഫോർ എ മൂവി. 130. ഡാഷ് ആർ യു വർക്കിംഗ് ഫോർ നൗ? ഡാഷ് ആർ യു വർക്കിംഗ് ഫോർ നൗ? വെൻ, ഹൗ, ഹു, വിച്ച്? സി ആണ് ഉത്തരം. ഹു. ഹു ആർ യു വർക്കിംഗ് ഫോർ നൗ? സി ആണ് ഉത്തരം. 131. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ നൗൺ? വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ നൗൺ? താഴെയുള്ളതിൽ ഏതാണ് നൗണ്? ലോങ്, റാപ്പിഡ്, സ്ലോലി, ഫ്ലവർ? ഡി ആണ് ഉത്തരം. ഫ്ലവർ. ഫ്ലവർ എന്നത് മാത്രമേ ഈ കൂട്ടത്തിൽ നൗണായിട്ട് ഉള്ളൂ. 132. ഇതൊരു ക്വസ്റ്റ്യൻ ടാഗ് സംബന്ധമായ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നത് വിശദമായിട്ട് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ വിശദീകരിക്കും. ഇപ്പോൾ ഈ ചോദ്യം നോക്കാം. വി ജസ്റ്റ് കാൻ ഡു ഇറ്റ്. വി ജസ്റ്റ് ക്യാൻ ഡു ഇറ്റ് ഡാഷ്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് പറയുക എന്നാണ് ചോദ്യം. ഡു വി, കാണ്ട് വി, ക്യാൻ വി, ഡോണ്ട് വി? സി ആണ് ഉത്തരം. ക്യാൻ വി. ക്യാൻ വി എന്നാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുക. സി ആണ് ഉത്തരം. 133. ദ ബാഗ് ഓൺ ദി ടേബിൾ വാസ് ഡാഷ്. ദ ബാഗ് ഓൺ ദി ടേബിൾ വാസ് ഡാഷ്. മൈ, മൈൻ, മീ, മൈസെൽഫ്. ഇവിടെ ചോദ്യത്തിലുള്ളത് ആ ടേബിളിലുള്ള ബാഗ് എന്റേതായിരുന്നു എന്ന് പറയണം. മൈ, മൈൻ, മീ, മൈസെൽഫ്. ബി ആണ് ഉത്തരം. മൈൻ. മൈൻ എന്നാണ് എഴുതേണ്ടത്. ബി എന്ന ഓപ്ഷനാണ് ശരി. 134. വുഡ് യു മൈൻഡ് ഡാഷ്? വുഡ് യു മൈൻഡ് ഡാഷ്? എ, ടു ലെൻഡ് മീ ദ ബുക്ക്. ബി, ലെൻഡിങ് മീ ദ ബുക്ക്. സി, ലെൻഡ് മീ ദ ബുക്ക്. ഡി, ലെൻഡഡ് മീ ദ ബുക്ക്. ബി ആണ് ഉത്തരം. ലെൻഡിങ് മീ ദ ബുക്ക്. വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ ദ ബുക്ക്? ബി ആണ് ഉത്തരം. 135. ഡാഷ് സ്മോൾ, ദ ഹൗസ് ഈസ് വെൽ ഡിസൈൻഡ്. ചെറുതാണെങ്കിലും വീട് നന്നായി ഡിസൈൻ ചെയ്തതാണ് എന്നാണ് പറയേണ്ടത്. എ, സ്റ്റിൽ. ബി, യെറ്റ്. സി, ബട്ട്. ഡി, ഓൾദോ. ഓൾദോ ആണ് ശരിയായ ഉത്തരം, അഥവാ ഡി എന്ന ഓപ്ഷൻ ആണ് ശരി. ഓൾദോ സ്മോൾ, ദ ഹൗസ് ഈസ് വെൽ ഡിസൈൻഡ്. ഡി ആണ് ഉത്തരം. ഓൾദോ. 136. കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ അപ്രോപ്രിയേറ്റ്ലി. താഴെ ഒരു ചോദ്യമാണ്. അതിന് താഴെയുള്ള ഓപ്ഷനുകളിൽ നിന്ന് യോജിച്ച് തിരഞ്ഞെടുത്തുകൊണ്ട് ആ ചോദ്യം പൂരിപ്പിക്കുക. ഹാവ് യു ഡാഷ്? എ, ബി ടു ദി മാർക്കറ്റ്. ബി, ബീൻ ടു ദി മാർക്കറ്റ്. സി, ഗോയിങ് ടു ദി മാർക്കറ്റ്. ഡി, വെൻ ടു ദി മാർക്കറ്റ്. നീ മാർക്കറ്റിലേക്ക് പോവുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ബി എന്ന ഓപ്ഷനാണ് ശരി. ബീൻ ടു ദി മാർക്കറ്റ്. ഹാവ് യു ബീൻ ടു ദി മാർക്കറ്റ്? ബി എന്ന ഓപ്ഷനാണ് ശരി. 137. The negative statement for the sentence നജീബ് ഹാസ് എ കാർ ഈസ്. നജീബിന് ഒരു കാർ ഉണ്ട്, അഥവാ നജീബ് ഹാസ് എ കാർ എന്ന സ്റ്റേറ്റ്മെന്റിന്റെ എന്ന പ്രസ്താവനയുടെ നെഗറ്റീവ് രൂപം എങ്ങനെയാണ്? അഥവാ നജീബിന് ഒരു കാർ ഇല്ല എന്ന് പറയണം. അപ്പോൾ എങ്ങനെയാണ് പറയുക? എ, നജീബ് ഹാസ് നോട്ട് എ കാർ.
B. Najib has no a car. C. Najib doesn't have a car. D. Najib didn't have a car. C ആണ് ശരിയായ ഉത്തരം. നജീബ് ഡസിന്റ് ഹാവ് എ കാർ. സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. നജീബ് ഡസിന്റ് ഹാവ് എ കാർ. 138. വിച്ച് among the following expresses a request? താഴെയുള്ള വാചകങ്ങളിൽ ഏതാണ് ഒരു അപേക്ഷ പ്രകടിപ്പിക്കുന്നത്? ഒരു അപേക്ഷ ഏതാണ്? Are you all right? Keep quiet. Let us finish the work. D. May I come in? ഇതിൽ ഡി എന്ന ഓപ്ഷൻ മാത്രമാണ് റിക്വസ്റ്റ് ഉള്ളത്. മേ ഐ കം ഇൻ, ഞാൻ അകത്തേക്ക് വരട്ടെ, അത് മാത്രമാണ് റിക്വസ്റ്റ് ആയിട്ടുള്ളത്. മറ്റതൊന്നും റിക്വസ്റ്റ് അല്ല. ലെറ്റ് us ഫിനിഷ് ദ വർക്ക്, നമുക്ക് വർക്ക് പൂർത്തീകരിക്കാം, അത് റിക്വസ്റ്റ് അല്ല. കീപ് ക്വയറ്റ്, ശാന്തരായിരിക്കൂ. ആർ യു ഓൾ റൈറ്റ്, അവയൊന്നും തന്നെ റിക്വസ്റ്റുകളല്ല. ഡി ആണ് റിക്വസ്റ്റ്, അപേക്ഷ. മേ ഐ കം ഇൻ. 139. When we want to find specific information on a subject, the reading strategy adopted is. When we want to find specific information on a subject, ഒരു വിഷയത്തെക്കുറിച്ച് ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ, ഒരു പ്രത്യേക വിവരം നമ്മൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ the reading strategy adopted is, അപ്പോൾ നമ്മൾ പ്രയോഗിക്കേണ്ടുന്ന വായനാ തന്ത്രം ഏതാണ്? സ്കിമ്മിംഗ്, ഇന്റൻസീവ് റീഡിംഗ്, സ്കാനിംഗ്, എക്സ്റ്റൻസീവ് റീഡിംഗ്. സി ആണ് ഉത്തരം, സ്കാനിംഗ്. അപ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന വായനാ സ്ട്രാറ്റജിയുടെ പേര് സ്കാനിംഗ് എന്നാണ്. സ്കാനിംഗ് ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. 140. The city lies on the banks of Dash Ganges. ആ നഗരം സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയുടെ തീരത്താണ് എന്നാണ് പറയേണ്ടത്. അപ്പൊ ഗംഗ എന്നതിന്റെ മുന്നിൽ നമ്മൾ ഏത് ആർട്ടിക്കിൾ ആണ് പ്രയോഗിക്കേണ്ടത്? എ ദ, ബി നോ ആർട്ടിക്കിൾ, സി എ, ഡി ആൻ. എ ആണ് ശരിയായ ഉത്തരം. ദി ഗാഞ്ചസ് എന്നാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ദി ഗംഗ അല്ലെങ്കിൽ ദി ഗാഞ്ചസ് എന്നാണ് പറയേണ്ടത്. ദ സിറ്റി ലൈസ് ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി ഗാഞ്ചസ്. എ ആണ് ശരിയായ ഉത്തരം. 141. An honest man always dash the truth. ഒരു സത്യസന്ധനായ മനുഷ്യൻ എപ്പോഴും സത്യം സംസാരിക്കുന്നു, അതാണ് പറയേണ്ടത്. അപ്പോൾ ഏത് വാക്കാണ് പ്രയോഗിക്കേണ്ടത്? ഇത് ഗ്രാമർ സംബന്ധമായ, ടെൻസ് സംബന്ധമായ ഒരു ചോദ്യമാണ്. സ്പീക്സ്, സ്പീക്കിംഗ്, സ്പീക്ക്, സ്പോക്ക്. സംസാരിക്കുന്നു എന്നാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പെട്ടെന്ന് പറയും സ്പീക്കിംഗ് എന്നാണ് പറയുക. പക്ഷെ അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്, സ്പീക്സ് എന്നാണ്. എ ആണ് ശരിയായ ഉത്തരം. An honest man always speaks the truth. എ ആണ് ഉത്തരം. 142. The teacher asked the students dash make noise. ടീച്ചർ കുട്ടികളോട് ശബ്ദമുണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡാഷ് എന്ന ഭാഗത്ത് ചേർക്കേണ്ടത് ഏതാണ്? അതാണ് ചോദ്യം. എ ഡു നോട്ട്, ഷുഡ് നോട്ട്, സി നോട്ട് ടു, ഡി ഡസ് നോട്ട്. സി ആണ് ഉത്തരം, നോട്ട് ടു. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് നോട്ട് ടു മേക്ക് നോയ്സ്. സി ആണ് ഉത്തരം. 143. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഈസ് പാർട്ട് ഓഫ് ഡാഷ്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഏതിന്റെ ഭാഗമാണ്? എ സമ്മേറ്റീവ് ഇവാലുവേഷൻ, ബി ടേം എൻഡ് ഇവാലുവേഷൻ, സി ഫോർമേറ്റീവ് ഇവാലുവേഷൻ, ഡി പിയർ ഇവാലുവേഷൻ. സി ആണ് ഉത്തരം, ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഇവാലുവേഷന്റെ ഒരു പാർട്ടാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ. 144. മൈൻഡ് മാപ്പിംഗ് ക്യാൻ ബി യൂസ്ഡ് ടു. മൈൻഡ് മാപ്പിംഗിനെ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഡാഷ്. എ ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് ദി മൈൻഡ്, ബി റിസർച്ച് ദ ഫങ്ഷനിങ് ഓഫ് ദി മൈൻഡ്, സി പ്രിപ്പയർ ഓക്സിലറി ക്വസ്റ്റ്യൻസ്, ഡി ഇംപ്രൂവ്
റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഡി ആണ് ഉത്തരം. മൈൻഡ് മാപ്പിംഗ് ക്യാൻ ബി യൂസ്ഡ് ടു ഇംപ്രൂവ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഡി ആണ് ഉത്തരം. 145. ലാംഗ്വേജ് ലേണിംഗ് ബിക്കംസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് എൻഗേജിംഗ് വെൻ ടീച്ചിങ് ഈസ്. അധ്യാപനം എങ്ങനെയായാലാണ് ഭാഷാ പഠനം കുട്ടികൾക്ക് താല്പര്യം ജനിപ്പിക്കുന്നതും അവരെ എൻഗേജ് ചെയ്യിക്കുന്നതുമാവുക? എ. ടെക്സ്റ്റ് ഓറിയന്റഡ്, ബി. ആക്ടിവിറ്റി ഓറിയന്റഡ്, സി. എക്സാം ഓറിയന്റഡ്, ഡി. ടീച്ചർ ഓറിയന്റഡ്. ബി ആണ് ഉത്തരം. ആക്ടിവിറ്റി ഓറിയന്റഡ്. പഠിപ്പിക്കുന്നത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടാണെങ്കിൽ ഭാഷാ പഠനം കുട്ടികൾക്ക് താല്പര്യമുണ്ടാക്കുന്നതും അവരെ എൻഗേജിങ് ചെയ്യിക്കുന്നതുമായിരിക്കും. ബി ആണ് ഉത്തരം. ആക്ടിവിറ്റി ഓറിയന്റഡ്. 146. The principal warned the teacher, I do not approve dash your conduct. പ്രിൻസിപ്പാൾ ടീച്ചറെ താക്കീത് ചെയ്തു, ഞാൻ നിങ്ങളുടെ സ്വഭാവം അംഗീകരിക്കുകയില്ല എന്ന്. അപ്പൊ അപ്രൂവ് എന്നതിന് ശേഷം എന്ത് വാക്കാണ് ചേർക്കേണ്ടത്? ബൈ, ഓഫ്, ഫോർ, അറ്റ്. ഓഫ് എന്നതാണ് ശരി, അഥവാ ബി എന്ന ഓപ്ഷനാണ് ശരി. ദ പ്രിൻസിപ്പാൾ വാണ്ട് ദ ടീച്ചർ, ഐ ഡു നോട്ട് അപ്രൂവ് ഓഫ് യുവർ കോണ്ടക്ട്. ബി ആണ് ഉത്തരം. 147. ദ ബുക്സ് വേർ ത്രോൺ ഡാഷ് ദി ഫ്ലോർ. ദ ബുക്സ് വേർ ത്രോൺ ഡാഷ് ദി ഫ്ലോർ. ഓഫ്, ഇൻ, ഓൺ, വിത്ത്. സി ആണ് ഉത്തരം. ഓൺ. The books were thrown on the floor. 148. The word pair pit pat used in teaching phonetics is an example of. The word pair pit pat used in teaching phonetics is an example of A. Homonyms, B. Homophones, C. Identical pairs, D. Minimal pairs. D ആണ് ഉത്തരം. മിനിമൽ പെയേഴ്സ്. ഡി ആണ് ശരിയായ ഓപ്ഷൻ. 149. After a short story is taught, the learners are asked to give an alternate ending to the story. This will help the learners. After a short story is taught, ഒരു ചെറുകഥ പഠിപ്പിച്ചതിന് ശേഷം the learners are asked, വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു, to give an alternate ending to the story. ആ കഥക്ക് മറ്റൊരു അന്ത്യം കൊടുക്കുവാൻ. ആ കഥ പറഞ്ഞ രൂപത്തിലല്ല അവസാനിക്കേണ്ടത്, മറ്റൊരു രൂപത്തിൽ അവസാനിക്കുന്ന വിധം ആ കഥ തിരുത്തി എഴുതാൻ വേണ്ടി കുട്ടികളോട് പറഞ്ഞു. ദിസ് വിൽ ഹെൽപ്പ് ദ ലേണേഴ്സ്. അങ്ങനെ ഒരു വർക്ക് കുട്ടികൾക്ക് കൊടുത്താൽ അത് കുട്ടികളെ എങ്ങനെയാണ് സഹായിക്കുക? എ. ടു ബിക്കം ഇമാജിനേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ്. കുട്ടികളെ ഭാവനാശേഷിയുള്ളവരും അതുപോലെ ക്രിയേറ്റീവ് ആയി അവ കുട്ടികളെ മാറ്റും. ബി. ടു ഡെവലപ്പ് റീഡിംഗ് ആൻഡ് റെഫറൻസ് സ്കിൽ. കുട്ടികൾക്ക് വായനാശീലവും റെഫറൻസ് സ്കില്ലുകളും ഒക്കെ വർദ്ധിക്കും. ടു ഇവാലുവേറ്റ് ദ ടീച്ചേഴ്സ് നറേറ്റിംഗ് സ്കിൽസ്. ടീച്ചറുടെ നറേറ്റിംഗ് സ്കില്ല് വിലയിരുത്താൻ പറ്റും. ഡി. ടു അണ്ടർസ്റ്റാൻഡ് ഗ്രാമർ ബെറ്റർ. ഗ്രാമർ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എ ആണ് ഉത്തരം. ടു ബിക്കം ഇമാജിനേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ്. അത് കുട്ടികളെ കൂടുതൽ ഭാവനയുള്ളവരാക്കാനും ക്രിയേറ്റീവ് ആക്കാനും അത് സഹായകമാകും. കാരണം അവർ പുതിയ ആശയം കണ്ടെത്തി പുതിയ ഒരു അന്ത്യം അവർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അവരുടെ ഭാവനയെ വികസിപ്പിക്കും എന്നതിൽ സംശയമില്ല. അപ്പൊ എ ആണ് ഉത്തരം. ദിസ് വിൽ ഹെൽപ്പ് ദ ലേണേഴ്സ് ടു ബിക്കം ഇമാജിനേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ്. 150. Which among the following sentences is grammatically acceptable? Which among the following sentences is grammatically acceptable? താഴെയുള്ള സെന്റൻസുകളിൽ ഏതാണ് ഗ്രാമർ അഥവാ ഗ്രാമാറ്റിക്കലി നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത്, ഗ്രാമർ സംബന്ധമായിട്ട് തെറ്റുകളില്ലാത്ത സെന്റൻസ് ഏതാണ് എന്നാണ് പറയേണ്ടത്. ഹാവ് യു കം യെസ്റ്റർഡേ? യു കം യെസ്റ്റർഡേ? ഡു യു കം യെസ്റ്റർഡേ? ഡിഡ് യു കം യെസ്റ്റർഡേ? നീ ഇന്നലെ വന്നിരുന്നോ എന്നാണ് ചോദിക്കേണ്ടത്.
അപ്പോൾ ഏതാണ് ഗ്രാമർ തെറ്റാതെയുള്ള വാചകം ഏതാണ്? ഡി എന്ന ഓപ്ഷൻ ആണ് ശരി. ഡിഡ് യു കം യെസ്റ്റർഡേ? ഡിഡ് യു കം യെസ്റ്റർഡേ? നീ ഇന്നലെ വന്നിരുന്നോ? ഡി എന്ന ഓപ്ഷൻ ആണ് ശരിയായ ഉത്തരം.